നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി അർജന്റീനയിൽ നിന്നൊരു താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഡേവിഡ് അയാള മധ്യനിരയിലേക്ക് അർജന്റീൻ യുവതാരം 23-കാരനായിട്ടുള്ള ഡേവിഡ് അയാളയെ സൈൻ ചെയ്ത കാര്യം മയാമി ഒഫീഷ്യലി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മയാമിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇന്റർ മയാമി CF announced today it has signed Argentine midfielder David Ayala from the Portland Timbers. Ayala joins Inter Miami as part of MLS Under-22 initiative, bolster the club's midfield depth and will remain under contract through the conclusion of the 2026 Major League Soccer സീസൺ എന്നുകൂടി അറിയിക്കുന്നു. അതായത് ഈ സീസൺ അവസാനം വരെയാണ് അദ്ദേഹം ഇന്റർ മയാമിയിൽ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. MLS-ൻ്റെ Under-22 ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മയാമിയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഓൾറെഡി അവിടെ കളിച്ച് നല്ല പരിചയമുള്ള കളിക്കാരനാണ്. പോർട്ട്ലൻഡ് ടിംബേഴ്സിന് വേണ്ടി 2022 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം എസ്റ്റുഡിയൻസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അർജൻറ്റീന പ്രീമിയർ ഡിവിഷനിൽ 2019 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ. എന്തായാലും അയാളുടെ വരവ് അവരുടെ മധ്യനിരയെ ശക്തിപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. അടുത്ത ബുസ്കറ്റ്സ് എന്ന രൂപത്തിൽ പോലും അദ്ദേഹത്തെ ഇപ്പോൾ മയാമി ആരാധകർ കാണുന്നുണ്ട്. 23-കാരനായിട്ടുള്ള താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, ലെഫ്റ്റ് ഫൂട്ടറാണ്, പോർട്ട്ലൻഡ് ടിംബേഴ്സിൽ നിന്നാണ് വരുന്നത്. 2026 ഡിസംബർ 31 വരെയാണ് കോൺട്രാക്റ്റ്. അദ്ദേഹത്തിൻ്റെ 2025 MLS കളിയുടെ കണക്ക് നോക്കിയാൽ 33 കളി കളിച്ചു, ഒരു അസിസ്റ്റ്, 2 ഗോളുകൾ, 88 ടാക്കിളുകൾ എന്ന് പറഞ്ഞാൽ MLS പോയ സീസണിൽ ഏറ്റവും അധികം ടാക്കിളുകൾ നടത്തിയ രണ്ടാമത്തെ താരമാണ്. അതുപോലെ അദ്ദേഹം ടാക്കിളുകൾ വിൻ ചെയ്തത് 56 എണ്ണമാണ്. ആ കാര്യത്തിലും ലീഗിൽ രണ്ടാമതാണ്. ഡ്രിബിളേഴ്സ് ടാക്കിൾഡ് 43 തവണ എന്ന് പറഞ്ഞാൽ 4-ാം സ്ഥാനത്താണ് അദ്ദേഹം. ഇൻ്റർസെപ്ഷൻസ് 48, അപ്പോൾ ലീഗിൽ അക്കാര്യത്തിൽ 7-ാമതാണ്. പാസസ് ഇൻ ടു ഫൈനൽ തേർഡ് നോക്കിയാൽ 201 എന്ന് പറഞ്ഞാൽ MLS പോയ സീസണിൽ അദ്ദേഹം അക്കാര്യത്തിൽ 8-ാം സ്ഥാനത്താണ്. 35 ബ്ലോക്കുകൾ അദ്ദേഹം ചെയ്തു, 2188 ടച്ചുകൾ, 1634 സക്സസ്ഫുൾ പാസുകൾ, 87.6% പാസിംഗ് ആക്യുറസി. അതുപോലെ സക്സസ്ഫുൾ ലോങ് ബോളുകൾ 227 എണ്ണം, ലോങ് പാസ് ആക്യുറസി 76.6%, പ്രോഗ്രസീവ് പാസുകൾ 193 എണ്ണം, പാസസ് ഇൻ ടു ദി പെനാൽറ്റി ഏരിയ 11 എണ്ണം, കീ പാസുകൾ 16 എണ്ണം, ഷോട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻ 49 എണ്ണം, പ്രോഗ്രസീവ് ക്യാരീസ് 15 എണ്ണം, ലോങ് പാസ് കംപ്ലീറ്റഡ് 227 എണ്ണം. ചുരുക്കത്തിൽ അടുത്ത ബുസ്കറ്റ്സ് എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ തെറ്റില്ല എന്ന് തോന്നുന്നു. നമ്മൾ മയാമിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് അടുത്ത ബുസ്കറ്റ്സ് എന്ന് പറഞ്ഞത്. അല്ലാതെ ബാഴ്സയിലെ ബുസ്കറ്റ്സിനെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യരുത്. അദ്ദേഹം പോയ സീസണിൽ ബുസ്കറ്റ്സ് എങ്ങനെയാണ് മയാമി കളിച്ചതെന്ന് കണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും അർജന്റീൻ താരം ഡേവിഡ് അയാളക്ക് എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.